എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. ഇതൊരു കഥയാണ്. പണമോ ഭാവിയോ യാതൊരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന ഒരു സാധാരണ മനുഷ്യന്റെ കഥ. പക്ഷേ ഒരൊറ്റ ലളിതമായ രഹസ്യം അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിച്ചു. എന്താണെന്നല്ലേ? എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കാൻ തുടങ്ങി. അവിശ്വസനീയമെന്ന് തോന്നാം, പക്ഷേ വെറും 90 ദിവസം കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം തലകീഴായി മറിഞ്ഞു. ഈ ചോദ്യം ഞാൻ നേരിട്ട് നിങ്ങളോടാണ് ചോദിക്കുന്നത്. എപ്പോഴെങ്കിലും ജീവിതത്തിൽ എവിടെയോ സ്റ്റക്കായി പോയ പോലെ മുന്നോട്ടു പോകാൻ ഒരു വഴിയുമില്ലാതെ നിന്നുപോയതായി തോന്നിയിട്ടുണ്ടോ? കാരണം തോമസിന്റെ ഈ കഥയിൽ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം മാറ്റാനുള്ള താക്കോല് ഒളിഞ്ഞിരിപ്പുണ്ടാകാം. നമുക്ക് അദ്ദേഹത്തിന്റെ യാത്രയിലേക്കൊന്ന് കടന്നു ചെല്ലാം. അപ്പോ ഇതാണ് നമ്മുടെ കഥാനായകൻ തോമസ്. 32 വയസ്സുള്ള ഒരു രാത്രികാല സെക്യൂരിറ്റി ഗാർഡ്. അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു കെണി പോലെയായിരുന്നു. ശരിക്കും ഓരോ ദിവസവും ഒരേപോലെ ആവർത്തിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ തളർത്തിയിരുന്നു. ഒന്നാലോചിച്ചു നോക്കിക്കേ, ഒരു വലിയ വെയർഹൌസിലായിരുന്നു തോമസിന്റെ ജോലി. എല്ലാ ദിവസവും വൈകുന്നേരം 8 മണിക്ക് ജോലിക്ക് പോകുന്നു. നേരം വെളുക്കുമ്പോൾ തളർന്ന അവശനായി തിരിച്ചു വരുന്നു. കിട്ടുന്ന ശമ്പളമാണെങ്കിൽ കഷ്ടിച്ച് ജീവിച്ചു പോകാനേ ഉള്ളൂ. താമസിക്കുന്നതോ ഒരു ചെറിയ ഒറ്റമുറി അപ്പാർട്ട്മെന്റിലും. കീറിയ ഷൂസും പഴയ വസ്ത്രങ്ങളും, അതായിരുന്നു അദ്ദേഹത്തിന്റെ ലോകം. പക്ഷേ പണമില്ലാത്തതിനേക്കാള് വലുതായിരുന്നു തോമസിന്റെ ഉള്ളിലെ ആ നിസ്സഹായത. മറ്റുള്ളവരുടെയൊക്കെ ജീവിതം ജനലിലൂടെ കാണുമ്പോൾ എന്റെ ജീവിതം എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കുമോ എന്നൊരു ചോദ്യം അദ്ദേഹത്തെ ശരിക്കും വേട്ടയാടുന്നുണ്ടായിരുന്നു. മറ്റുള്ളവർ അവരുടെ സ്വപ്നങ്ങൾക്ക് പുറകെ പോകാൻ ഉണരുമ്പോൾ ഇദ്ദേഹം തളർന്ന് ഉറങ്ങാൻ പോകുകയായിരുന്നു. പക്ഷേ ജാൻതേ, ചിലപ്പോഴൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളാണ് നമുക്ക് ഏറ്റവും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്, അല്ലേ? തോമസിന്റെ ജീവിതത്തിലും അതുപോലൊന്നാണ് സംഭവിച്ചത്. ഒരു കുടുംബത്തിലുണ്ടായ പ്രതിസന്ധി അദ്ദേഹത്തെ ഉണർത്തി. അതായിരുന്നു ആ വലിയ മാറ്റത്തിന്റെ തുടക്കം. ഹോസ്പിറ്റലിൽ അമ്മയുടെ ആ ക്ഷീണിച്ച കൈകളിൽ പിടിച്ചപ്പോൾ അവർ പറഞ്ഞു, മോനെ, എന്റെ ജീവിതം പോയ പോലെ നിന്റേത് പാഴാക്കരുത്, ഒരു വഴി കണ്ടെത്തണമെന്ന്. ആ വാക്കുകൾ തോമസിന്റെ ഉള്ളിലൊരു തീപ്പൊരി പോലെയായിരുന്നു. ആ ഹോസ്പിറ്റലിനു പുറത്ത് പുലർച്ചെ 5 മണിക്ക് ദേഷ്യവും നിസ്സഹായതയുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു നിമിഷമുണ്ടല്ലോ, അതായിരുന്നു ആ ടേണിംഗ് പോയിന്റ്. തിരിച്ച് ടൗണിലേക്കുള്ള ബസ്സിൽ വെച്ചാണ് അദ്ദേഹം മിസ്റ്റർ ചെൻ എന്ന വിജയകരനായൊരു ബിസിനസ്സുകാരനെ കണ്ടുമുട്ടുന്നത്. ഇത്രയും വലിയൊരു ബിസിനസ്സുകാരൻ എന്തിനാണ് ഈ വെളുപ്പാൻകാലത്ത് സാധാരണ ബസ്സിൽ യാത്ര ചെയ്യുന്നത് എന്ന് തോമസ് അത്ഭുതപ്പെട്ടു. അദ്ദേഹം അതേപ്പറ്റി ചോദിച്ചപ്പോഴാണ് ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ആ രഹസ്യം മിസ്റ്റർ ചെൻ പങ്കുവച്ചത്. അദ്ദേഹം പറഞ്ഞു, പുലർച്ചെ 5 മണിക്കും 7 മണിക്കും ഇടയിലുള്ള ആ 2 മണിക്കൂറില്ലേ, അതാണ് മാന്ത്രിക മണിക്കൂറുകൾ. ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ നിനക്ക് നിന്റെ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള സമയം. 730. എന്താണിതല്ലേ? മിസ്റ്റർ ചൻ ഇത് വളരെ സിമ്പിളായിട്ടാണ് തോമസിന് പറഞ്ഞുകൊടുത്തത്. ദിവസവും വെറും 2 മണിക്കൂർ നേരത്തെ എഴുന്നേറ്റാൽ മതി. ഒരു വർഷം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് 730 മണിക്കൂറാണ്. വെറുതെ കിട്ടുന്ന 730 മണിക്കൂർ. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, 730 മണിക്കൂറെന്ന് പറഞ്ഞാൽ എന്താ? അത് ഏകദേശം ഒരു വർഷത്തിൽ 3 മാസം അധികം കിട്ടുന്ന പോലെയാണ്. ഒരു പുതിയ ഭാഷ പഠിക്കാം, ഒരു പുതിയ സ്കില്ലുണ്ടാക്കിയെടുക്കാം, എന്തു വേണമെങ്കിലും ചെയ്യാം. ഒരു ചെറിയ ശീലം, പക്ഷെ അതിന്റെ റിസൾട്ട് ഭയങ്കരമാണ്. അപ്പോ ഈ മാന്ത്രിക മണിക്കൂറുകൾ തോമസ് എങ്ങനെയാണ് ഉപയോഗിച്ചത്? അദ്ദേഹത്തിന്റെ ആ 90 ദിവസത്തെ യാത്രയെ മാറ്റിമറിച്ച ആ പ്ലാൻ എന്തായിരുന്നു? നമുക്ക് നോക്കാം. മിസ്റ്റർ ചെൻ കൊടുത്ത പ്ലാൻ വളരെ സിമ്പിളായിരുന്നു. ആദ്യത്തെ 1 മണിക്കൂർ, അതായത് 5 മണി മുതൽ 6 മണി വരെ പണമുണ്ടാക്കാൻ സഹായിക്കുന്ന എന്തെങ്കിലും ഒരു കഴിവ് പഠിക്കുക. അടുത്ത 1 മണിക്കൂർ 6 മുതൽ 7 വരെ അത് ശരീരത്തിനും മനസ്സിനും വേണ്ടിയുള്ളതാണ്. അരമണിക്കൂർ എക്സർസൈസ്, ബാക്കി അരമണിക്കൂർ എന്തെങ്കിലും വായിക്കുകയോ അല്ലെങ്കിൽ അന്നത്തെ ദിവസം പ്ലാൻ ചെയ്യുകയോ ചെയ്യുക. അത്രേ ഉള്ളൂ. തുടക്കം അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല കേട്ടോ. ആദ്യത്തെ ഒരാഴ്ചയൊക്കെ നരകതുല്യമായിരുന്നു. പക്ഷേ ഏകദേശം 20 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഒരു മാറ്റം കണ്ടു തുടങ്ങി. അലാറം അടിക്കുന്നതിന് 2 മിനിറ്റ് മുൻപ് തന്നെ അദ്ദേഹം എഴുന്നേൽക്കാൻ തുടങ്ങി. പിന്നെ 87ാമത്തെ ദിവസം, അതാണ് ക്ലൈമാക്സ്. സൂപ്പർവൈസർ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. പുതിയൊരു ഓഫീസ് ജോലി ഓഫർ ചെയ്തു. ശമ്പളം നേരെ ഇരട്ടി. അപ്പോ ഈ 90 ദിവസത്തെ കഠിനാധ്വാനം കഴിഞ്ഞ് തോമസിന്റെ ജീവിതം എങ്ങനെയായി? ആ അർപ്പണബോധത്തിന്റെ ഫലം എന്തായിരുന്നു എന്ന് നമുക്ക് നേരിട്ട് തന്നെ കാണാം. ഈ മാറ്റം ഒന്ന് നോക്കിക്കേ. വെറും 3 മാസം,
ഒരു പ്രതീക്ഷയുമില്ലാത്ത സെക്യൂരിറ്റി ഗാർഡിൽ നിന്ന് നല്ല ആത്മവിശ്വാസമുള്ള ഒരു ലീഡ് അക്കൗണ്ടന്റായി തോമസ് മാറി. ഇത് വെറുമൊരു ജോലി മാറ്റമായിരുന്നില്ല. സ്വന്തം അമ്മയ്ക്ക് നല്ല ചികിത്സ കൊടുക്കാൻ പറ്റി, സ്വന്തമായിട്ട് നല്ലൊരു അപ്പാർട്ട്മെന്റിലേക്ക് മാറാൻ പറ്റി. അതിലൂടെയൊക്കെ അവന് തിരിച്ചു കിട്ടിയത് അവന്റെ ആത്മാഭിമാനം തന്നെയായിരുന്നു. അപ്പൊ തോമസിന്റെ പുതിയ ജീവിത മുദ്രാവാക്യം ഇതാണ്: വിജയമെന്ന് പറയുന്നത് നമ്മൾ എവിടെയെങ്കിലും എത്തുന്നതല്ല, അതൊരു ശീലമാണ്. എന്റെ ശീലം തുടങ്ങുന്നത് പുലർച്ചെ 5 മണിക്കാണ്. ആ ശീലം അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമായി മാറി. തോമസിന്റെ കഥ നമുക്കെല്ലാവർക്കും വലിയൊരു ഇൻസ്പിറേഷനാണല്ലേ? ഇനി നമുക്ക് നോക്കാം ഈ പാഠങ്ങൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാമെന്ന്. ഇത് നിങ്ങൾക്കുള്ള ഒരു വെല്ലുവിളിയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: മാറ്റമുണ്ടാക്കുന്നത് നമ്മുടെ കഴിവിന്റെയോ ഭാഗ്യത്തിന്റെയോ വ്യത്യാസമല്ല. മറ്റുള്ളവരെല്ലാം സുഖമായി ഉറങ്ങുമ്പോൾ കിട്ടുന്ന ആ സമയം നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് യഥാർത്ഥ കാര്യം. അപ്പൊ മിസ്റ്റർ ചൻ തോമസിന് കൊടുത്ത അതേ വെല്ലുവിളി ഞാനിപ്പോ നിങ്ങൾക്ക് തരുന്നു. ഒന്നാമത്തെ സ്റ്റെപ്പ്: അലാറം 5 മണിക്ക് വെക്കുക. അത് കട്ടിലിന്റെ അടുത്തൊന്നും വെക്കരുത്, കുറച്ച് ദൂരെ മാറ്റി വെക്കുക. എഴുന്നേറ്റ് പോയി ഓഫ് ചെയ്യേണ്ടി വരണം. രണ്ടാമത്തെ സ്റ്റെപ്പ്: ആദ്യത്തെ ആ 1 മണിക്കൂറിൽ പഠിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു സ്കിൽ തിരഞ്ഞെടുക്കുക. എന്നിട്ട് അടുത്ത 90 ദിവസത്തേക്ക് അതിൽ ഉറച്ചു നിൽക്കുക. മൂന്നാമത്തേത് വളരെ പ്രധാനപ്പെട്ടതാണ്: നിങ്ങളുടെ ഉറക്കം. രാത്രി 9 മണിയോടെ ഉറങ്ങാൻ ശ്രമിക്കുക. നേരത്തെ ഉറങ്ങിയാലേ നേരത്തെ എണീക്കാൻ പറ്റൂ. ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. തോമസിന് വലിയ വിദ്യാഭ്യാസമോ പണമോ സ്വാധീനമോ ഒന്നും ഉണ്ടായിരുന്നില്ല. നേരത്തെ എഴുന്നേൽക്കാനെടുത്ത ഒരു തീരുമാനം മാത്രം. ഒരുപക്ഷേ നിങ്ങൾക്ക് അദ്ദേഹത്തെക്കാൾ എത്രയോ നല്ല സാഹചര്യങ്ങളുണ്ടാവാം. അപ്പോൾ നിങ്ങൾ 5 മണി ക്ലബ്ബിൽ ചേരാൻ റെഡിയാണോ? ആണെങ്കിൽ ഈ വിശകലനം ലൈക്ക് ചെയ്ത് നിങ്ങളുടെ തീരുമാനം അറിയിക്കൂ. നാളെ രാവിലെ നിങ്ങളുടെ ആ ആദ്യത്തെ 1 മണിക്കൂറിൽ എന്ത് ചെയ്യാനാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? താഴെ കമന്റ് ചെയ്യൂ. നമുക്കൊരുമിച്ച് ഈ യാത്ര തുടങ്ങാം. ഈ വിവരണം കണ്ടതിന് ഒരുപാട് നന്ദി. ഇതുപോലുള്ള കൂടുതൽ കാര്യങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓർക്കുക, നിങ്ങളുടെ ഓരോ പ്രഭാതവുമാണ് നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത്. നന്ദി. Wow.